ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 2ാമത്തെ യൂണിറ്റായ പലഹാരപ്പൊതി എന്ന ചാപ്റ്ററാണ്. ഇതിലെ ആദ്യത്തെ പാഠമായ ഞാനല്ല എന്ന ചെറിയൊരു കുട്ടി കവിതയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ വീഡിയോസ് എല്ലാം STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി മലയാളത്തിൻ്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ STD3 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു ഇടശ്ശേരിയുടെ 4 വരി കവിത തന്നിട്ടുണ്ട്. ചൊല്ലി നോക്കിക്കേ. കാച്ചിയ മോരൊഴി ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. ഒരു കുഞ്ഞിനെ മാമൂട്ടുന്ന അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരമ്മയുടെ കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. കാച്ചിയ മോരൊഴിച്ചിട്ട് പിന്നെ കാക്കയുടെയും പൂച്ചയുടെയും പാട്ടുകൾ പാടിയിട്ട് മാനത്തുള്ള അമ്പിളി മാമനെ കാട്ടിയിട്ട് ആണ് നങ്ങേലിയമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് അല്ലെങ്കിൽ മാമു കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ അമ്മമാരും നമുക്ക് ഇങ്ങനെയായിരുന്നു അല്ലേ ഭക്ഷണമൊക്കെ തന്നിരുന്നത്. അമ്പിളിമാമനെ കാട്ടിയിട്ട്, കാക്കയും പൂച്ചയും കാട്ടിയിട്ട്, കോഴിക്കുഞ്ഞിൻ്റെ കളികൾ കാണിച്ചിട്ട് അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഭക്ഷണം തന്നിരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള കവിത ചൊല്ലി നോക്കാം. ഞാനല്ല. പേരയ്ക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ. മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈ നീട്ടി ചാടിയതും ഞാനല്ലേ. നെയ്യപ്പം വച്ചപ്പോൾ നാക്കു നുണച്ചതും ഒളി കണ്ണാൽ നോക്കിയതും ഞാനല്ലേ. പേരയ്ക്ക പറിച്ചതും കറുമുറ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകുളാ തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല കുഞ്ഞേട്ടൻ. എഴുതിയത് ലളിത ലെനിനാണ്. കടൽ എന്നാണ് കവിതയുടെ പേര്. അപ്പോൾ എന്താ മക്കളെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു കുഞ്ഞ് അനിയത്തിക്കുട്ടിയുടെ സങ്കടമാണ് അല്ലേ. ആദ്യം വീട്ടിലെ മുറ്റത്തെ പേരയ്ക്ക മരത്തിലെ പേരയ്ക്ക കണ്ടതും അതിനെ നുണഞ്ഞതും മാമ്പഴം കണ്ടതും അത് പറിക്കാനായിട്ട് ചാടി നോക്കിയതും വീട്ടിൽ അമ്മ ചുടുന്ന നെയ്യപ്പം കണ്ടതും അത് നുണഞ്ഞു നിന്നതും എല്ലാം ഈ അനിയത്തിക്കുട്ടിയായിരുന്നു. പക്ഷേ ഇതെല്ലാം കിട്ടിയത് ആർക്കാണ് കഴിക്കാൻ കിട്ടിയത്? ചേട്ടനാണ് അല്ലേ. കുഞ്ഞേട്ടനാണ് കിട്ടിയത്. പേരയ്ക്ക മരത്തിൽ നിന്ന് പറിച്ച് കഴിച്ചതും മാമ്പഴം മുറിച്ച് കഴിച്ചതും നെയ്യപ്പം കടിച്ചു തിന്നതുമെല്ലാം ഏട്ടനാണ്. പാവം ഈ അനിയത്തിക്കുട്ടിക്ക് ഒന്നും കിട്ടിയില്ല. ചോദ്യം നോക്കൂ. കവിത ഈണത്തിൽ ചൊല്ലി നോക്കൂ. ഈ കവിത നല്ല ഈണത്തിൽ മക്കളൊന്ന് ചൊല്ലി നോക്കണേ. 2ാമത്തെ ചോദ്യം. കുട്ടി ഞാനല്ല എന്ന് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താവും? ഉത്തരം: മുറ്റത്തെ പേരയ്ക്ക നിറമാറ്റം വന്ന് പഴുത്ത് പാകമായതും മാമ്പഴം പഴുത്ത മണം വന്നപ്പോൾ അതിനുവേണ്ടി ആദ്യം പറിക്കാൻ നോക്കിയതും നെയ്യപ്പം ചുടുമ്പോൾ കൊതി കൊണ്ട് നുണഞ്ഞു നിന്നതും എല്ലാം അനിയത്തിക്കുട്ടിയായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ആദ്യം കിട്ടിയത് അവൾക്കായിരുന്നില്ല. പേരയ്ക്കയും മാമ്പഴവും നെയ്യപ്പവും എല്ലാം ആദ്യം തിന്നത് അവളുടെ ഏട്ടനായിരുന്നു. അവളത് തിന്നിട്ടില്ല എന്ന് തറപ്പിച്ച് പറയാനാണ് ഞാനല്ല എന്ന് 2 വട്ടം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അവൾക്കത് ലഭിക്കാത്തതിലുള്ള സങ്കടവും ആ വരികളിൽ കാണാം. ഇനി 3ാമത്തെ ചോദ്യം നോക്കിക്കേ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കവിതയിലെ ചേട്ടൻ്റെയോ അനുജത്തിയുടെയോ അവസ്ഥയുണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ അവർ മിഠായികൾ ഒരുപാട് കൊണ്ടുവന്നിരുന്നു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 മിഠായികൾ ഞാൻ നോക്കി വച്ചിരുന്നു. വിരുന്നുകാർ പോയിട്ട് വേഗം എടുത്ത് കഴിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് രണ്ടും എൻ്റെ അനിയത്തി കൈക്കലാക്കിയിരുന്നു. അവളത് ഞാൻ അറിയാതെ നേരത്തെ തന്നെ കഴിച്ചു തീർക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ എഴുതി ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ മക്കളെ, ഞാനല്ല എന്ന പാഠത്തിൽ നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. ചെറിയൊരു പാഠമാണ്, ഒരു കുട്ടി കവിതയാണ്. നല്ല ഈണത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കുക. ടീച്ചറിന് ചൊല്ലി കേൾപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്തു നോക്കുക. ഇതിൻ്റെ ബാക്കി പാഠം നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യാം. വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പാഠങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.